നിന്റെ വീട്ടിലും കയറാൻ പറ്റാത്ത അവസ്ഥയാണോ? അല്ല, എൻ്റെ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയല്ല. പക്ഷെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നിന്നേ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ വേറെ ജോലി നോക്കണം. അതുകൊണ്ട് മാത്രം മാറി നിൽക്കുക. എൻ്റെ വീട്ടിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നീ എന്ത് ജോലിയാണ് ചെയ്യുന്നേ? ഞാൻ കാർ ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ നീ +2 കംപ്ലീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ലേ? നിനക്ക് തെറ്റായി പോയി, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നതേ ഉള്ളൂ, കുഞ്ഞാണ് എന്നൊരു തോന്നൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? വരണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് മെച്ചൂരിറ്റി വന്നിട്ടില്ല? തോന്നിയിട്ടില്ല. വീട്ടുകാരിൽ നിന്ന് മാറി നിൽക്കുമ്പോ എപ്പോഴെങ്കിലും വിഷമം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അവര് വിളിക്കാതിരിക്കുമ്പോ, അല്ലെങ്കിൽ നമ്മള് മിനിഞ്ഞാന്ന് രാത്രി ഉറക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മന്ന് വിളിച്ചു. അപ്പൊ എനിക്ക് ചെറിയ സങ്കടം വന്നു. അതെന്തായാലും കുറച്ചു കാലം ഉണ്ടായിരിക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതല്ലേ, അത് അമ്മയ്ക്കും ഉണ്ടാവും, വീട്ടിലും ഉണ്ടായിരിക്കും വിഷമം, ഇവക്കും ഉണ്ടായിരിക്കും. അതെ, ഈ 18 വർഷം നോക്കി വളർത്തിയ അമ്മയ്ക്ക് വെച്ചാൽ എത്രത്തോളം വിഷമം ഉണ്ടെന്ന് നമ്മളും കൂടി ചിന്തിക്കണം. ഒരു പക്ഷെ ഇപ്പൊ നിങ്ങൾ ഒളിച്ചോടിയില്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ മേ ബി അവർ സമ്മതിക്കുമായിരിക്കാം. നിങ്ങൾക്ക് എന്തായാലും കല്യാണപ്രായം ആയിട്ടില്ലല്ലോ. ഇപ്പോഴെന്തായാലും കെട്ടിച്ച് വിടാൻ വീട്ടുകാർ നോക്കില്ല, ഒരു ഏജ് എത്തുന്നവരെ. ആ ഏജ് വരെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നോ? പക്ഷെ ഇവള് വേറെ കെട്ടിക്കാൻ നിൽക്കുമായിരുന്നു. നിങ്ങളുടെ റിലേഷൻ അറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, പട്ടിക്ക് കൊടുത്താലും എനിക്ക് തരത്തില്ലെന്നാ പറഞ്ഞോണ്ടിരുന്നത്. അതെന്താ അങ്ങനെ ഒരു തീരുമാനത്തിൽ? ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്ന കാരണം തന്നെ തെറിയാണല്ലോ മിക്ക വീഡിയോസിലും പറയുന്നത്. അത് അവർക്ക് അത്രയ്ക്ക് അങ്ങനെ പറ്റിയില്ല. അതുപോലെ നിങ്ങളുടെ കാസ്റ്റും പ്രശ്നമാണല്ലേ? അതും പ്രശ്നമാണ്. ഒരു ക്രിസ്ത്യൻ ഹിന്ദു അല്ലേ? ക്രിസ്ത്യൻ ഹിന്ദു ലവ് സ്റ്റോറി. കാസ്റ്റ് അപ്പം സിബിന്റെ വീട്ടിലൊരു പ്രശ്നമല്ലേ? എൻ്റെ വീട്ടിലൊന്നും പ്രശ്നമല്ല. അപ്പോ ഇങ്ങനെ നീ 21 വയസ്സുള്ള പെൺകൊച്ചിനെ വിളിച്ചോണ്ട് വരുന്നു എന്നറിഞ്ഞപ്പോ വീട്ടുകാരെന്താ പറഞ്ഞേ? അല്ല, അവർക്ക് അറിയായിരുന്നു, ഓൾറെഡി അറിയായിരുന്നു. ഇവളുടെ വീട്ടിലെ കാര്യങ്ങളും റിലേഷൻ ആയിരുന്നു എന്നറിയായിരുന്നു, എല്ലാം അറിയായിരുന്നു. വിളിച്ച് കൊണ്ടുവരുമ്പോഴും അറിയായിരുന്നു. പക്ഷെ അപ്പോൾ വേണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ ഇവിടെ രാവിലെ ഇറങ്ങി വന്ന് ഇവളുടെ ഫോണ് ഞാൻ ഒരു ഫോൺ മേടിച്ചു കൊടുത്തായിരുന്നു. ആദ്യം ഒരു ഫോൺ, ഇവിടെ സ്വന്തം ഫോൺ ഉണ്ടായിരുന്നത് വീട്ടിൽ പൊക്കി, ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെ പൊക്കി, അത് മേടിച്ച് വെച്ച് വീണ്ടും ഇനി അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്നും പറഞ്ഞ് അവൾ ഫോൺ തിരിച്ച് മേടിച്ച് വീണ്ടും പൊക്കി, മെസ്സേജ് അയച്ച് ചാറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഒരു ഫോൺ മേടിച്ചു കൊടുത്ത്. ആ ഫോൺ അലമാരയുടെ അടിയിലോട്ട് ഒളിപ്പിച്ച് വെക്കും, ആരും കാണാണ്ട്. പിന്നെ അത് വീണ്ടും പൊക്കി, അതടിച്ച് പൊട്ടിച്ച്, കല്ല് വെച്ച് പൊട്ടിച്ച്. ആരോ പൊട്ടിച്ചേ? അമ്മയോ? പിന്നെ അന്ന് കുറേ തല്ലൊക്കെ കിട്ടി. പിറ്റേ ദിവസം എക്സാമും കൂടി ആയിരുന്നു. എക്സാം എഴുതിയില്ല, അവളങ്ങ് ഇറങ്ങി വന്നു. ഞാൻ നേരെ സ്റ്റേഷനിലോട്ട് പോയി. ഇത് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങി വന്നതാണോ? അല്ല, എക്സാം കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്തായിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് വരണമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ അതിൻ്റെ തലേ ദിവസം കുറേ തല്ല് കിട്ടി. അപ്പോൾ സാധാരണ അമ്മമാർ തല്ലും, ആ ഒരു തല്ല് കിട്ടി. ഇവള് പേടിച്ച് ഇറങ്ങി വന്നു. അത്ര തന്നെ. എന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു വീട്ടില്? പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് ഇറങ്ങിയത്. അപ്പോ എത്രത്തോളം സേഫ് ആയിരിക്കുമെന്ന് വിചാരിച്ചോ സിബിന്റെ കൂടെ? എന്തായാലും അവനൊരു 21 വയസ്സേ ആയിട്ടുള്ളൂ. എത്രത്തോളം സേഫ് ആയിരിക്കുമെന്ന് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? അവന്റെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് നോക്കാനൊക്കെ അറിയാം. എല്ലാം അവനാണ് ചെയ്യും എല്ലാം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.